നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. അമേരിക്കൻ പട്ടാളക്കാർ കപ്പലിൽ തമ്മിലടിക്കുന്നു, കുറേ പേർ കൊല്ലപ്പെട്ടു, കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റി എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ അമേരിക്കയോ ഈ വിഷയം അംഗീകരിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ കുറേ കഴിയുമ്പോൾ പറയുമായിരിക്കും. പക്ഷേ നമുക്കറിയാം, മാസങ്ങളായി കപ്പലിൽ തുടരുന്ന പട്ടാളക്കാർക്ക് മാനസിക സംഘർഷമുണ്ട്. നേരത്തെയും ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ആ പട്ടാളക്കാരാണ് തമ്മിലടിച്ച് തീരുന്നതായിട്ടുള്ള വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അമേരിക്കൻ നാവികസേനയുടെ വമ്പൻ യുദ്ധക്കപ്പലായിട്ടുള്ള USS അബ്രഹാം ലിങ്കനിൽ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ. ഇറാനിയൻ മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ ആദ്യം ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും ഇറാൻ നുണ പറയുന്നതാണ് എന്നായിരിക്കും അടുത്ത ഒരു വാദഗതികൾ. പക്ഷേ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയും അതുപോലെ അവരുടെ അനുവാചകരും അവിടുത്തെ ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളുമെല്ലാം അമേരിക്കൻ ഇസ്രായേൽ ബോംബിങ്ങിൽ ഒറ്റ നിമിഷം കൊണ്ട് തീർന്നപ്പോൾ ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തതും ഇതേ ഇറാനിയൻ മാധ്യമങ്ങളാണ്. അതായത് അവർ ചെയ്യുന്നതും അവർക്ക് സംഭവിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം സത്യസന്ധമായി അവർ വാർത്തകളിൽ മായം കലർത്താതെ പറയുന്നത് കൊണ്ട് ഈ സംഭവം ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇറാനിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ കപ്പൽ അബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനുള്ളിൽ വെച്ച് തന്നെ വളരെ വലിയ അക്രമാസക്തമായ ആഭ്യന്തര ഏറ്റുമുട്ടലുകൾ പട്ടാളക്കാർ തമ്മിൽ ഉണ്ടായി എന്നാണ്. ഈ രൂക്ഷമായ സംഘർഷത്തിൽ 7 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി പട്ടാളക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും വാർത്തകൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വാർത്തയോട് അമേരിക്കൻ നാവികസേനയോ പെൻറ്റഗണോ US സെൻട്രൽ കമാൻഡോ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അവരാരും തന്നെ ഈ സംഭവം സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇറാൻ്റെ പ്രമുഖ വാർത്താ ഏജൻസി ആയിട്ടുള്ള താസിൻ ന്യൂസ് ഏജൻസി, മറ്റ് ഇറാനിയൻ മാധ്യമങ്ങൾ, പശ്ചിമേഷ്യയിലെ കുറേ മാധ്യമങ്ങൾ, ഇവരൊക്കെയാണ് ആഗോളതലത്തിൽ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിലെ വലിയ യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടെ വിന്യസിച്ചിരിക്കുന്ന ഒരു പ്രധാന വിമാനവാഹിനി കപ്പലാണ് USS അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. ഏകദേശം 5000-ഓളം വരുന്ന നാവികരും അതുപോലെ മറീനുകളും ഈ കപ്പലിൽ അവർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതായത് 5000-ന് മേലെ ആൾക്കാർ ആ കപ്പലിൽ ഒരേ സമയമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കപ്പൽ 2025 നവംബർ 21 മുതലാണ് പൂർണ്ണമായി കടലിൽ ഈ പശ്ചിമേഷ്യൻ ദൗത്യത്തിനായിട്ട് ഇറങ്ങിയത് എന്നാണ്. ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് 2026 മെയ് മാസത്തോടെ ഈ ദൗത്യം പൂർത്തിയാക്കിയിട്ട് കപ്പലും സൈനികരുമൊക്കെ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുമെന്നാണ്. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യം, അതുപോലെ അവിടുത്തെ പ്രത്യേക അവരെ വന്ന് പെട്ടുപോയ സാഹചര്യം, ഇതൊക്കെ കണക്കിലെടുത്തിട്ട് കപ്പലിൻ്റെ മിഷൻ കാലാവധി നീട്ടാൻ അധികൃതർ നിർബന്ധിതരാവുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം 250-ലധികം ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് കരയിലിറങ്ങാൻ പോലും കഴിയാതെ സൈനികർ കടലിൽ തന്നെ, കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ തുടരുകയാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധവും സംഘർഷവും കൊണ്ട് അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, കടൽ വിട്ട് പോകാൻ പറ്റുന്നില്ല, നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതായത് ഒരു കപ്പൽ വിന്യാസം നീണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം ഈ ഇത്രയും നീണ്ട ഈ കടൽവാസം സൈനികരുടെ ജീവിതത്തെ വളരെ ഭീകരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കപ്പലിൽ സൈനികർക്ക് കടുത്ത ഭക്ഷണക്ഷാമം നേരിടുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ അക്കാര്യം വിളിച്ചു പറയുന്നുമുണ്ട്. അമേരിക്ക അക്കാര്യത്തിൽ ഇടപെടുന്നുമുണ്ട്. പൂപ്പലും പായലും പിടിച്ച് വൃത്തിയില്ലാത്ത കുളിമുറികൾ, ഉപയോഗശൂന്യമായി തകർന്ന് തരിപ്പണമായി പോയിട്ടുള്ള ടോയ്ലറ്റുകൾ, ഡ്രസ്സ് അലക്കാനുള്ള സൗകര്യങ്ങളില്ല, വസ്ത്രങ്ങൾ അലക്കാൻ നിവൃത്തിയില്ല, അതുപോലെ തന്നെ അതികഠിനമായ ജോലിഭാരമുണ്ട്. ഇതൊക്കെ സൈനികരുടെ നിത്യജീവിതത്തെ നരകതുല്യമാക്കിയിരിക്കുകയാണ് എന്നാണ് വാർത്ത. അമിതമായ ജോലിഭാരവും അവരുടെ മോശം ജീവിത സാഹചര്യങ്ങളും കാരണം ഈ അമേരിക്കൻ പട്ടാളക്കാരിലെ സൈനികരിലെ മാനസിക സമ്മർദ്ദം അതിരൂക്ഷമായി ഉയർന്നതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. പലരും കടുത്ത നിരാശയിലാണ്, പലരും ആത്മഹത്യാ ചിന്തകളിലുമാണ് എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ചില സൈനികരാകട്ടെ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി രക്ഷപ്പെടാനോ അതല്ലെങ്കിൽ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാനോ ശ്രമിച്ചതായിട്ടും കൂടെയുള്ള പട്ടാളക്കാർ അവരെ പിടിച്ച് നിർത്തിയതായിട്ടും ഒക്കെ വാർത്ത വരുന്നുണ്ട്. ഒരു സൈനികൻ കപ്പലിൽ നിന്ന് താഴേക്ക് ചാടാൻ ശ്രമിച്ചപ്പോൾ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റു സൈനികർ ചേർന്നാണ് അദ്ദേഹത്തെ ബലമായി തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, സൈനികരുടെ കുടുംബാംഗങ്ങൾ നാവികസേനാ നേതൃത്വവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പ്രത്യേക സാഹചര്യം, അതായത് നാവികർ കപ്പലിൽ അനുഭവിക്കുന്ന ഈ മാനസിക സംഘർഷം, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ നേരിട്ട് മേധാവികളെ ഉന്നയിച്ചിട്ടുമുണ്ട്. ആക്ടിംഗ് നേവി സെക്രട്ടറി ഹാങ്കാവോ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധുക്കൾ പങ്കെടുത്ത ടൗൺ ഹാൾ മീറ്റിങ്ങുകൾ വരെ ഉണ്ടായതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഇത്തരം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ പറഞ്ഞത്, തനിക്ക് ഭർത്താവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മെസ്സേജിൽ ഞാൻ നാളെ രാവിലെ ഉണരാതിരുന്നെങ്കിൽ, അഥവാ ഈ ഒരു ഉറക്കം എൻ്റെ സ്ഥിരമായ ഒരു ഉറക്കമായിരുന്നെങ്കിൽ അദ്ദേഹം കടുത്ത മാനസിക വിഷമത്തോടെ മെസ്സേജിൽ എഴുതിയിരുന്നു എന്നാണ്.
ഈ സൈനികരെ സഹായിക്കാൻ വേണ്ടി കപ്പലിൽ മാനസിക ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ മറ്റ് ഡോക്ടർമാർ ഇവരൊക്കെ ലഭ്യമാണ് എന്നാണ് അധികൃതർ കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. പക്ഷേ കപ്പലിലെ സാഹചര്യങ്ങൾ ഒട്ടും തന്നെ മെച്ചപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ജീവിക്കാൻ ഒട്ടും തന്നെ അനുകൂലമല്ല എന്ന് തന്നെയാണ് പട്ടാളക്കാരുടെ കുടുംബങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം കപ്പലിലെ പരാതികൾ പരിഹരിക്കാനായി US സെൻട്രൽ കമാൻഡ് മേധാവി ബ്രാഡ് കൂപ്പറിൻ്റെ ഒരു പ്രത്യേക ഉപദേഷ്ടാവ് കപ്പലിൽ നേരിട്ടെത്തി സൈനികരുമായി സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ ഉപദേഷ്ടാവ് ഈ പട്ടാളക്കാരോട് സംസാരിക്കുന്നതിനിടയിൽ ദേഷ്യം വന്ന പട്ടാളക്കാർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, വാട്ടർ ബോട്ടിലുകൾ എടുത്ത് അദ്ദേഹത്തെ എറിഞ്ഞു. അതിനുശേഷം കപ്പലിലെ സാഹചര്യം കൈവിട്ടു പോയി എന്നാണ് വാർത്ത വരുന്നത്. അത് വലിയ അക്രമത്തിലേക്ക് വഴിവെച്ചു. കത്തി ഉൾപ്പെടെയുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് സൈനികർ പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്നാണ്. ഈ സംഘർഷത്തിലാണ് 7 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് എന്നാണ് തസ്നി റിപ്പോർട്ട് ചെയ്യുന്നത്. കപ്പലിലെ അന്തരീക്ഷം ഇപ്പോഴും മാറ്റമില്ലാതെ അതേ അന്തരീക്ഷത്തിൽ തന്നെയാണ്, ഏത് നിമിഷവും പൊട്ടി പോകാവുന്ന ഒരു നിലയിലാണ് അവിടുത്തെ കാലാവസ്ഥ എന്ന് ഇപ്പോഴും അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ വിവരങ്ങൾ, ഇതിനാധാരമായ യാതൊരു തെളിവുകളും ഇല്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. 5000-ലധികം വരുന്ന കപ്പലിലെ പട്ടാളക്കാർ നേരിടുന്ന കടുത്ത മാനസിക പ്രശ്നങ്ങളും അവരുടെ ക്ഷീണവും ഒക്കെ, അവരുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളുമൊക്കെ ലോക ശ്രദ്ധയിൽ നിന്ന് മറച്ചു വയ്ക്കാനാണ് അമേരിക്ക മൗനം പാലിക്കുന്നത് എന്നാണ് പശ്ചിമേഷ്യൻ മാധ്യമങ്ങളടക്കം, അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങളടക്കം ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ളത്. USS അബ്രഹാം ലിങ്കൺ എന്നത് അത്രയൊരു മോശം സംഭവമൊന്നുമല്ല. അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഒരു നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലാണ്. ഫൈറ്റർ ജെറ്റുകളായിട്ടുള്ള F-35 സീ ലൈറ്റ്സ് 2, അതുപോലെ FA-8 സൂപ്പർ ഹോർണറ്റുകൾ, പിന്നെ നിരവധിയായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ, ഇങ്ങനെ നിരവധി ആയുധ ശേഖരങ്ങളും അതുപോലെ ഡ്രോണുകളടക്കം നിരവധി ഈ കപ്പലിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള പരോക്ഷവും നേരിട്ടുള്ളതുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നിയോഗിച്ചത്. പക്ഷേ ഇപ്പോൾ തിരികെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ പട്ടാളക്കാരടക്കം എല്ലാവരും കുടുങ്ങിപ്പോയിട്ടുള്ളത്. നേരത്തെ ഇറാൻ ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണത്തിൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ കേടുപാടുകൾ പരിഹരിച്ചു. എന്നാൽ US സെൻട്രൽ കമാൻഡ് ആ ക്ലെയിം പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ് ചെയ്തത്. ഇറാൻ പറഞ്ഞത് തെറ്റാണ്. ഇറാൻ്റെ മിസൈലുകൾ കപ്പലിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല എന്നും കപ്പൽ യാതൊരു തടസ്സമില്ലാതെ പ്രവർത്തനം തുടരുകയാണ് എന്നുമാണ് അവർ വ്യക്തമാക്കി കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ടുകൾ കപ്പലിന് പുറത്തുനിന്നുള്ള ആക്രമണത്തെക്കുറിച്ചല്ല, മറിച്ച് കപ്പലിനുള്ളിലെ തന്നെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ്. സൈനികരുടെ മൊറാലും അവരുടെ മാനസികാവസ്ഥയും വളരെ ഗുരുതരമായി ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കുടുംബാംഗങ്ങളും അവരുടെ സൈനികരും ഒക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ചിലർ ആത്മഹത്യാ ശ്രമം നടത്തിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അമേരിക്കൻ നാവികസേന ഇത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്താൾ ഉൾപ്പെടെയുള്ള പ്രമുഖ അമേരിക്കൻ നിയമസഭാംഗങ്ങൾ ഈ ദയനീയ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അമേരിക്ക ഇതിനെ മറച്ചു പിടിക്കുന്നുണ്ടെങ്കിലും ഇവിടെ സാഹചര്യം മോശമാണെന്ന് അമേരിക്കയ്ക്ക് അറിയാം. അവരത് അന്വേഷിക്കണം, അത് പരിഹരിക്കണമെന്ന് അവിടെയുള്ളവർ പറയുന്നുണ്ട്. ഇതിനു വേണ്ടി അവർ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിനും അതുപോലെ ആക്ടിംഗ് നേവി സെക്രട്ടറിക്കുമൊക്കെ പ്രത്യേക കത്തുകൾ അയച്ചതായിട്ടും വാർത്ത വരുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സൈനികൻ്റെ ഭാര്യ അന്നാബെൽ ലോമ വെളിപ്പെടുത്തിയത് തൻ്റെ ഭർത്താവ് കപ്പലിൽ നിന്ന് ചാടാൻ ശ്രമിച്ചെന്നും ഇപ്പോൾ അദ്ദേഹത്തെ മെഡിക്കൽ ഹോൾഡിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നുമാണ്. ഈ സംഭവത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഡിസ്ഹോണറബിൾ ഡിസ്ചാർജ് ലഭിച്ച് സൈനിക സേവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്ന ഭയത്തിലാണ് തങ്ങളെന്നും അവർ പറയുന്നുണ്ട്. മറ്റു കുടുംബാംഗങ്ങളും ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള പരാതികൾ പരസ്യമായി ഉന്നയിച്ചിട്ടുമുണ്ട്. ആഹാരത്തിൻ്റെ കുറവ്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, പ്രാഥമിക ശുചിത്വ സൗകര്യങ്ങളുടെ അഭാവം, ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ, അമിതമായിട്ടുള്ള ജോലി, ഇങ്ങനെ പട്ടാളക്കാരെ വളരെ ഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നാണ് വാർത്തകൾ. ഈ മുഴുവൻ സാഹചര്യങ്ങളും നിലവിലുള്ള ഇറാൻ യുദ്ധവുമായിട്ട് നേരിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. യുദ്ധം അവസാനിക്കാതെ അങ്ങോട്ട് തുടർന്ന് പോകുന്നു. കരാറുകളൊന്നുമില്ല, എന്നത് തീരുമെന്ന് യാതൊരു അന്തവുമില്ല. കപ്പലുകൾക്ക് തിരികെ തങ്ങളുടെ തുറമുഖങ്ങളിലേക്ക് വരാൻ കഴിയുന്നുമില്ല. ഇത് സൈനികരുടെ ശാരീരിക ക്ഷീണം വർദ്ധിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. കപ്പലിലെ ഈ ആഭ്യന്തര വിള്ളലുകളെയും അവരുടെ തമ്മിലടികളെയും മാനസിക തകർച്ചകളെയും ഒക്കെ ഇറാനിയൻ മാധ്യമങ്ങൾ ശരിക്കും മുതലെടുക്കുന്നുണ്ട്. കാര്യം അതെല്ലാം അവർ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലേറെ നാണക്കേടാണ്. നിലവിലുള്ള മാനസിക സംഘർഷത്തിന് മേലെ വരുന്ന ഒരു വാള്, ഒരു തലക്കടി പോലെയാണ് വീണ്ടും പൊന്തി വരുന്നത്. 7 പേർ കൊല്ലപ്പെട്ട സംഭവം അത് ലോകമറിയുമ്പോൾ അവരുടെ യുദ്ധതന്ത്രത്തിൻ്റെ ഒരു ഭാഗം, അമേരിക്കൻ്റെ യുദ്ധതന്ത്രം പാളിപ്പോയി എന്നും ഇറാൻ്റെ യുദ്ധതന്ത്രം വിജയിച്ചു എന്നും ലോകം കരുതും. എന്നാൽ ഇക്കാര്യത്തിൽ അമേരിക്കൻ ഭരണകൂടവും സൈന്യവും
പൂർണ്ണമായിട്ടുള്ള നിശബ്ദത പാലിക്കുന്നത് കൂടുതൽ സംശയങ്ങൾക്ക് വഴിമരുന്നിടുന്നുണ്ട്. ഇല്ല എന്നും ഉണ്ട് എന്നും അവർ പറയുന്നില്ല. എന്നാൽ അതേസമയം കപ്പലിലെ ജീവിത സാഹചര്യങ്ങൾ വളരെ വളരെ മോശമാണ് എന്നും സൈനികർ കടുത്ത മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് നിലവിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് അവർ മിണ്ടുന്നില്ല. സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ്, നേവി ടൈംസ് തുടങ്ങിയ പ്രമുഖ സൈനിക മാധ്യമങ്ങൾ ഈ കുടുംബാംഗങ്ങളെയും അവരുമായിട്ട് ബന്ധപ്പെട്ട സൈനികരെയും ഒക്കെ നേരിട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഗുരുതര പ്രശ്നങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്ക അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ഈ വാർത്ത പുറംലോകത്ത് ഇതിനു മുമ്പ് തന്നെ എത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇറാൻ്റെ നാവികസേന ഈ കപ്പലിനെ നിരന്തരം നിരീക്ഷിച്ച് വരുന്നുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പ് ഇറാൻ്റെ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും ഈ കപ്പൽ നേരെ ഉണ്ടായിട്ടുമുണ്ട്. ഒരു ഇറാനിയൻ ഡ്രോൺ കപ്പലിന് അപകടകരമായ രീതിയിൽ അടുത്തേക്ക് വന്നപ്പോൾ F-35C ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ച് അമേരിക്ക അത് വെടിവെച്ചിട്ടതായിട്ട് US നേരത്തെ അത് വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ സൈനിക കപ്പലിലുള്ള സൈനികരുടെ കുടുംബാംഗങ്ങളുടെ ആശങ്കകൾക്ക് കൃത്യമായ മറുപടി കൊടുക്കേണ്ടതുണ്ട്. അത് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. മേഖലയിൽ യുദ്ധം തുടരുന്നിടത്തോളം കാലം ഈ ഇത്തരം ദാരുണമായ പ്രശ്നങ്ങൾ ഇനിയും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് അതുകൊണ്ട് തന്നെ ഏത് കാലത്ത് പുറം ലോകത്ത് എത്താൻ പറ്റും അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ എത്താൻ പറ്റുമെന്നതിനെക്കുറിച്ച് ഒരു തുമ്പും പാലും ഇതുവരെ ഇല്ല. ഏതായാലും പശ്ചിമേഷ്യയിൽ നിന്ന് വളരെ സങ്കീർണമായ ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സൈനികരുടെ യഥാർത്ഥ അനുഭവങ്ങൾ പുറത്തു വരാൻ ഒരു പക്ഷേ സ്വതന്ത്ര റിപ്പോർട്ടുകൾ ഇനിയും ആവശ്യമായി വന്നേക്കും. നിലവിലുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് 7 മരണങ്ങൾ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കപ്പലിലെ സൈനികരുടെ കടുത്ത സമ്മർദ്ദവും ക്ഷീണവും ആത്മഹത്യാ ശ്രമമൊക്കെ യാഥാർത്ഥ്യമാണെന്ന് മിക്കവാറും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും 4 ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടും കെട്ടി പൊക്കണവും കെട്ടി ഇറങ്ങിയിട്ടുള്ള അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയതുല്ലാ അലി ഖൊമൈനി കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും യുദ്ധം തുടങ്ങുന്നത് നിങ്ങളാണ്, പക്ഷേ എങ്ങനെ അത് അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന്. ഇന്ന് ആ ഒരു അവസ്ഥയിലാണ് അമേരിക്ക നിൽക്കുന്നത്. തങ്ങളുടെ പട്ടാളക്കാരുടെ സുരക്ഷിതത്വം പോലും പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക താവളങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ സ്വന്തം കപ്പലിലെ വിമാനവാഹിനി കപ്പലിലെ 5000-ഓളം വരുന്ന പട്ടാളക്കാരുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അവർ തമ്മിലടിച്ച് ചാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 4 ദിവസം കൊണ്ട് ഇറാനെ പൂട്ടിയടിക്കാൻ വന്ന അമേരിക്കയുടെ ഇന്നത്തെ ഗതി ഇതാണ്. ഇസ്രായേൽ ആകട്ടെ സൂത്രത്തിൽ തലയൂരി മാറുകയും ചെയ്തു. Different angles. Don't forget to subscribe and support this channel.